ഗുഡ് മോർണിംഗ്, നമസ്കാരം. റാഷീസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടന്റ് ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഒരു വിഷമം ഉള്ളൊരു സംഗതി പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ഈ പല ക്ലബ്ബുകളും പല കൂട്ടായ്മകളും വർഗീയമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ ചേർന്ന് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള ഏരിയകളിൽ അവരും ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു. ഈ ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടത് തന്നെയാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് ഇത്തരത്തിലുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പലരും ശ്രമിച്ചിട്ടും അത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറ, വിവരവും വിദ്യാഭ്യാസവുമുള്ള ഇന്നത്തെ തലമുറ അത്തരത്തിൽ വർഗീയമായി ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ അത് വളരെ വലിയൊരു ആപത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുക. തീർച്ചയായും നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, മതം എന്ന് പറയുന്നത് മനുഷ്യന് ഈശ്വരൻ തന്ന ഒരു വരദാനമാണ്. അതിനെ രാഷ്ട്രീയപരമായി ആരും തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു നാടിന്റെ സമാധാനത്തിന് ഭൂഷണമല്ല എന്നുള്ള വളരെ സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ വളർന്നു വരുന്ന നിങ്ങളുടെ പുതിയ തലമുറയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുഞ്ഞനുജന്മാരോട് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കണമെന്നൊരു വലിയ റിക്വസ്റ്റാണ് എനിക്കുള്ളത്. കാരണം നമുക്ക് പോലും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകൾക്ക് അതീതമായി ജീവിച്ചു വന്നിരുന്ന ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചിന്തകൾ വേരോടി തുടങ്ങിയിരിക്കുന്നു. അത് വളരെ അപകടകരമാണ്. കാരണം നമ്മൾ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നു? 1000 വർഷം ജീവിക്കുമോ? അല്ലെങ്കിൽ 500 വർഷം ജീവിക്കുമോ? ഒരിക്കലും ഇല്ല. ഉള്ള സമയം സന്തോഷമായി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിവേചനങ്ങളില്ലാതെ പഴയതുപോലെ ഫുട്ബോൾ കളിച്ചും നീന്തിയും തുടിച്ചും ക്രിക്കറ്റ് കളിച്ചും എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഇടപഴകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ ഒരു വളരെ നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. ആ ഓർമ്മകൾ ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും അന്യം നിന്ന് പോകുന്നതിൻ്റെ പ്രധാന റീസണായി ഞാൻ കാണുന്നത് അവരുടെ മനസ്സിൽ മറ്റുള്ളവർ കുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ വിഷങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് അത് തുടങ്ങേണ്ടത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മതത്തെയും ജാതിയെയും വർഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് മാനവികതയും മനുഷ്യത്വത്തെയും മുന്നോട്ട് വച്ചുകൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള ചിന്തകളുമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.